കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. താനല്ലേ പറഞ്ഞത് ജ്യോതിക്കെതിരെ വ്യക്തമായ തെളിവുണ്ടെന്ന്? അതെ. അപ്പൊ പിന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞ് അവര് ജ്യോതിയെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചാലോ? എന്താ തനിക്ക് മറുപടിയില്ലേ? അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. ചോദ്യം ചെയ്ത് വിട്ടേക്കാന്ന് അവരെന്നോട് പറഞ്ഞത്. തനിക്ക് ഉറപ്പാണോ? തൽക്കാലം അവര് പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. എടോ, താൻ ജ്യോതിയെ ഹാജരാക്ക്. ബാക്കി നമുക്ക് അപ്പം നോക്കാം. ശരി, തന്നെ വിശ്വസിച്ച് ഞാൻ ജ്യോതിയെ ഹാജരാക്കാം. പക്ഷെ മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല. കമ്മീഷണർ വന്നിട്ട് പോയോ? പോയി. അവിനാഷിന്റെ കൊലയാളിയെ പറ്റി വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, അതിനെക്കുറിച്ച് സംസാരിക്കാനാ അയാൾ വന്നത്. അതിന് ഏട്ടനോട് സംസാരിക്കുന്ന എന്തിനാ? ആ ACPക്ക് തന്നെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യണോ അത്രേ. അപ്പൊ എന്നെ അറസ്റ്റ് ചെയ്യാനാണ് ACPയുടെ തീരുമാനം. പോലീസ് ഇവിടെ വന്ന് ചോദ്യം ചെയ്താ അത് നാണക്കേടാവും എന്നുള്ളത് കൊണ്ടാ ഞാൻ തന്നെ ACPക്ക് മുമ്പിലെത്തിക്കണമെന്ന് കമ്മീഷണർ പറയുന്നത്. അപ്പോ അവിനാഷിനെ കൊന്നത് ഞാനാണെന്നാണോ ACP പറയുന്നത്? ACPക്ക് എന്തോ സംശയമുണ്ട് പോലും. താൻ പേടിക്കണ്ട, ഞാനും കൂടെ വരാം. ജ്യോതി, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ വരാം. മാഡം, ജ്യോതിയും കൊണ്ട് DK വന്നിട്ടുണ്ട്. സംഗതി ഏറ്റു. അവരോട് വരാൻ പറയൂ. ശരി മാഡം. അപ്പൊ വിളിക്കേണ്ടതുപോലെ വിളിച്ച വരേണ്ടവർ ഇതുപോലെ താനേ വരും. വരൂ. ബുദ്ധിമുട്ടായോ DK? നിയമം നടപ്പാക്കാൻ സഹകരിക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ കടമയാണ്. ഓ, പൗരധർമ്മം, അത് നല്ലതാ. മാഡത്തിന് എന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് കമ്മീഷണർ പറഞ്ഞായിരുന്നു. ധൃതി പിടിക്കല്ലേ ജ്യോതി, ഞാൻ പറയാം. ജ്യോതി ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലോ? ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാനുണ്ടെന്നും അത് കഴിഞ്ഞ പോകാമെന്നാണല്ലോ കമ്മീഷണർ പറഞ്ഞത്. യെസ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ പോലീസിന്റെ ഒരു രീതിയല്ലേ DK? സ്റ്റേഷനിലേക്ക് സൗഹൃദത്തിൽ വിളിച്ചു വരുത്തിയാലും ചിലപ്പോ അതൊരു അറസ്റ്റായി മാറാം. അത് തന്നെയാ ഇവിടെ സംഭവിച്ചത്. മനസ്സിലായില്ല? പോലീസും പരിവാരങ്ങളുമായി നിങ്ങളുടെ മുറ്റത്ത് വന്ന് ജ്യോതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നാണക്കേടാണെന്ന് കമ്മീഷണർ പറഞ്ഞു. ആ വലിയ നാണക്കേടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് ജ്യോതിയെ DK കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചത്. ഇനി DK പൊയ്ക്കോളൂ. ചോദ്യം ചെയ്യൽ കഴിയുമ്പോ ഞാൻ വിളിപ്പിക്കാം. അപ്പ വന്ന് കൊണ്ടുപോയാ മതി. അത് പറ്റില്ല, ഞാനിവിടെ നിൽക്കാം. ഇത് കഴിഞ്ഞ് ജ്യോതിയുമായി തിരിച്ചു പോയിക്കോളാം. അത് വേണ്ട, നിങ്ങൾ പുറത്ത് നിൽക്കണം. പോണം DK. ഇദ്ദേഹത്തെ പുറത്താക്കി ആ ഡോർ ലോക്ക് ചെയ്യ്. DK, പ്ലീസ് കം. ജ്യോതി, നീ പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ടാവും.
ജ്യോതി ഇരിക്ക്. ഡി കെ, നിങ്ങളോട് വെയിറ്റ് ചെയ്യും. ജ്യോതി പേടിക്കണ്ട. ഇതൊക്കെ പോലീസിന്റെ ഒരു രീതിയാ. ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. പ്രതിയോ? ആര്? ഞാനോ? അതൊക്കെ പറയാം ജ്യോതി. ഇതിപ്പോ സത്യത്തിൽ നിങ്ങളെ സഹായിക്കുക ചെയ്തത്. ഞങ്ങളോട് സഹകരിച്ച് സത്യം പറഞ്ഞ ജ്യോതിക്ക് പെട്ടെന്ന് പോകാം. അത് പക്ഷേ വീട്ടിലേക്കാകണമെന്നില്ല. ചിലപ്പോ ജയിലിലേക്കും ആവാം. പൈലറ്റിൽ കണ്ണാ, ടെൻഷൻ അടിച്ചിട്ട് വയ്യല്ലോ. ആ പോലീസുകാരി എന്റെ മോളെ ഉപദ്രവിക്കുക എന്തോ. അമ്മേ, ഇങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. പോലീസുകാർക്ക് ആരെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. പോലീസ് നിയമമൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അന്വേഷണത്തിനിടയിൽ തോന്നിയ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാൻ വിളിപ്പിച്ചതായിരിക്കും. ആ, അവിനാശിന്റെ കാര്യത്തില് പ്രതി ആരാന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. താരേ, നീ ഒന്ന് പതുക്കെ പറ. ചിത്ര കേട്ട അവക്ക് വിഷമാവൂലേ? അതിന് നമ്മള് ചിത്രയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഒക്കെ ശരി തന്നെയാ. പക്ഷേ പറയുന്നത് അവളുടെ ആങ്ങളെ കുറിച്ചാണെന്നുള്ളൊരു ബോധ്യം വേണം. പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളില് വിഷമം ഉണ്ടാവും അവൾക്ക്. ഇപ്പോഴാ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വന്നത് അല്ലേ ജ്യോതി? ഇതിനേക്കാൾ വലിയ തെളിവിന് കിട്ടാനല്ല മാഡം. ഇത് ജീവപര്യന്തം ഉറപ്പല്ലേ? ഇവര് പറഞ്ഞത് കേട്ടില്ലേ ജ്യോതി? കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അതിന് ഇത് തന്നെ ധാരാളം. ഇനി പറയ്, എങ്ങനാ നീ അവിനാശിനെ കൊന്നത്? ഞാനല്ല, ഞാൻ കൊന്നിട്ടില്ല. ഷട്ട് അപ്പ്. നീ എന്താ പോലീസിനോട് കളിക്കുന്നോ? നീ അയാളെ കൊല്ലുമെന്ന് പറഞ്ഞ ഈ വീഡിയോ മാത്രം മതി നീ ഈ കൊലക്കേസിലെ ഒന്നാം പ്രതിയാവാൻ. അന്ന് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? അവിനാശിനെ കണ്ടിട്ടില്ലെന്ന്. ഇപ്പോഴോ? ഇനിയും നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൈവയ്ക്കും. പറയാം. ഞാൻ അവിനാശിനെ കണ്ടതാ. പക്ഷേ അത് ഞാൻ അയാളെ കൊല്ലാൻ പോയതായിരുന്നില്ല. പിന്നെ എന്തിനാടി? സദ്യ ഉണ്ണാൻ ക്ഷണിക്കാൻ പോയതാണോ? അല്ല, അവിനാശിന്റെ വണ്ടി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അതൊരിടത്ത് പാർക്ക് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ശ്രീറാമും ഗോകുലും ബാലു അത് കണ്ട കുഴപ്പമാവെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെയാ ഞാൻ അവിനാശിന്റെ കാറിനടുത്തേക്ക് പോയത്.
എന്നിട്ട് അവിടെ ചെന്നിട്ട് നീ എന്ത് ചെയ്തു? അന്നേരം നിന്റെ കയ്യില് വിഷക്കുപ്പി ഉണ്ടായിരുന്നോ? ഇല്ല, ഉണ്ടായിരുന്നില്ല. പിന്നെ നീ എവിടെ വെച്ചാ മദ്യത്തിൽ വിഷം കലർത്തിയത്? ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ മാഡം, ഞാൻ പറയാം. എന്നാ വേഗം പറയ്. ആരെങ്കിലും കാണുന്നുണ്ടോന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചാ കാറിനടുത്തേക്ക് ചെന്നത്. പക്ഷേ ഞാൻ ചെല്ലുമ്പോ അയാള് കാറിനകത്തിരിക്കുമായിരുന്നു. ഞാൻ കാറിന്റെ ഗ്ലാസ്സിൽ തട്ടി. കുറെ തവണ തട്ടി വിളിച്ചിട്ടും ഒരനക്കം ഉണ്ടായില്ല. ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോ അവിനാഷിന്റെ വായിൽ കൂടെ ചെറുതായിട്ട് ബ്ലഡ് ഒലിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഭയന്നുപോയി. വെപ്രാളത്തോടെ തിരിച്ചു പോന്നു. ഇതാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ജ്യോതിയെ ആ പോലീസുകാർ ഉപദ്രവിക്കുവോ? അങ്ങനെ ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ലമ്മേ. ആരെങ്കിലും പിന്നീടൊരു പരാതി കൊടുത്താ ആ പോലീസുകാരുടെ ജോലി പോവും. നേരത്തെ ഒരിക്കൽ ചോദ്യം ചെയ്തതല്ലേ, ഇപ്പൊ എന്താ അവളെ മാത്രം വിളിപ്പിച്ചേ? മാഹി, നീ അവനെ വിളിച്ചു നോക്കി. അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടണ്ട. ആ പോലീസുകാരി അമ്മയുടെ മരുമോളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അവക്ക് ഇങ്ങനെ വല്ല പരിചയമുണ്ടോ? അല്ല, അന്ന് കുറച്ചു നേരം കല്യാണം നടക്കുന്ന സ്ഥലത്ത് ജ്യോതിയെ കാണാനില്ലായിരുന്നു. ഇനി അവളെങ്ങാനും. നീ ചുമ്മാ അസംബന്ധം പറയരുത്. ജ്യോതി അവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അതിന് ജ്യോതി അവിനാഷിനെ കൊന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാ പറയുന്നത്? ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിളമ്പിയാ മതിയല്ലോ. നീ അങ്ങനെ പറഞ്ഞാലേ ജ്യോതി നമുക്ക് സംശയമുണ്ടെന്നല്ലേ കേൾക്കുന്നവര് പറയൂ. ആദ്യം വിശ്വസിക്കേണ്ടതേ സ്വന്തം വീട്ടിലുള്ളവരാ, എന്നാലേ മറ്റുള്ളവര് വിശ്വസിക്കൂ. അവിനാശും അവളും തമ്മിൽ പലതവണ വഴക്കുണ്ടായത് എല്ലാവർക്കും അറിയാം. അത് വെച്ചോണ്ടാണോ ജ്യോതിയെ വിളിപ്പിച്ചതെന്നാ എന്റെ ഡൗട്ട്. മയിലിറ്റിന് കണ്ട ആ പോലീസുകാരുടെ മനസ്സിൽ ആവശ്യമില്ലാത്തതൊന്നും തോന്നിക്കല്ലേ. കുടിക്ക്. നീ ഈ പറഞ്ഞ കഥ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ കഥയുടെ പ്രശ്നം നിന്നെ നിരപരാധിയായി ചിത്രീകരിക്കാൻ നീ ഉണ്ടാക്കിയ കഥയാണെന്ന് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. യഥാർത്ഥത്തിൽ സംഭവിച്ച കഥ ഞാൻ പറയാം. മദ്യത്തിൽ കലർത്താനുള്ള വിഷക്കുപ്പിയും കയ്യിൽ വെച്ചാണ് നീ അവിനാഷിന്റെ കാറിനരികിലെത്തിയത്. കാറിനരികിൽ ചെന്ന നീ ആരും ശ്രദ്ധിക്കാതെ കാറിനകത്ത് കയറി. അവിനാഷുമായി സംസാരിച്ചു, വഴക്കുണ്ടാക്കി. അതിനിടയിൽ എങ്ങനെയോ അവൻ കഴിച്ചു ബാക്കി വെച്ച മദ്യത്തിൽ നീ വിഷം കലർത്തി. ലക്ഷ്യം സാധിച്ച നീ ഇറങ്ങിപ്പോയി. നീ പോയ ശേഷം അവൻ ആ മദ്യം കഴിച്ചു. പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തു. സത്യം പറയടി, ഇതല്ലേ സംഭവിച്ചത്?
മൈ സ്വീറ്റ് കണ്ണ, ഇത്രയും നേരമായിട്ട് അവരുടെ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. അരുതാത്തൊന്നും സംഭവിച്ചേക്കല്ലേ എന്റെ കണ്ണ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു സാധു എന്റെ ചോദ്യമോള്. അവളൊരാളെ കൊന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? നോ, ഇല്ല ഇല്ല ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. ഞാൻ മദ്യത്തിൽ വിഷം ചേർത്തിട്ടില്ല. നിങ്ങൾ എന്നെ കൊടുക്കാൻ നോക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നേ? എന്റെ കണ്ണ, എന്റെ ശരീരം തളരുന്നു പോലെ. അയ്യോ, എന്റെ കൃഷ്ണ, അയ്യോ ഒന്നുമില്ല മോളെ. ശരീരം അങ്ങോട്ടെ തളരുന്ന പോലെ. അയ്യോ, അമ്മയ്ക്ക് തളർച്ച പോലെ മക്കളെ. അമ്മേ, ഒരു ചെയർ കൊണ്ടുവാ. അമ്മേ, ഇരിക്കണേ അവിടെ, ഇരിക്കാൻ. താരേ, വെള്ളം എന്തെങ്കിലും വേണോ അമ്മേ? സത്യം സമ്മതിക്കാതെ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തിറങ്ങില്ല. ഇല്ല, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ സമ്മതിക്കും? നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മേ, വെള്ളം കുടിക്കമ്മേ. മതിയോ? മതി മക്കളെ. അയ്യോ, എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. യെസ് മാഡം. അവര് പറയുന്ന അങ്ങ് സമ്മതിച്ചേക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ കുഴിച്ചു മൂടുവേ. അവരുടെ യഥാർത്ഥ സ്വഭാവം നിനക്ക് അറിയില്ല. നോ, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൊന്നിട്ടില്ല. ഇതിപ്പോ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീയാ കൊന്നതെന്ന് ഞങ്ങൾക്കറിയാം. പോലീസിന്റെ മൂന്നാം മുറ നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല കൊച്ചെ. നീ അങ്ങ് സമ്മതിച്ചേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. പുറത്തിന്റെ ഭർത്താവ് നിൽക്കുന്നുണ്ട്. ഇനി അവനെ കൂടെ ഇതിനകത്ത് കേറ്റിട്ട് ചവിട്ടി കൂട്ടണോ? നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി സാറേ. നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ കോടതിയെ കൊണ്ടുപോയി കസ്റ്റഡിയിൽ വാങ്ങി നിന്നെ അങ്ങ് ലോക്കപ്പിൽ അടയ്ക്കും. 3-4 ദിവസം പോലീസ് കസ്റ്റഡിയില് നിന്നെ ഞങ്ങൾ പൊളിച്ചടുക്കും. അപ്പോ നീ തത്ത പറയും പോലെ എല്ലാം പറയും. 4 അല്ല 40 ദിവസം ലോക്കപ്പിലിട്ടാലും എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. എന്നെ രക്ഷിക്കാൻ എന്റെ ഭർത്താവിനറിയാം. പിന്നെ നിന്റെ ഒരു ഭർത്താവ്. എന്നാ പിന്നെ ഇപ്പൊ അവൻ വന്ന് നിന്നെ രക്ഷിക്കട്ടെ. പറയടി, മര്യാദയ്ക്ക് സത്യം പറയും. എടി, ഞാനൊന്ന് വിചാരിച്ചാൽ നിന്റെ DKക്കല്ല ഒരാൾക്കും നിന്നെ രക്ഷിക്കാനാവില്ല. സത്യം പറയാതെ നീ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോവില്ല, കേട്ടോടി. ഇതെങ്ങാനും നീ ആരോടെങ്കിലും പുറത്തിറങ്ങി പറഞ്ഞാ വീണ്ടും നിന്നെ ഞാൻ വിളിപ്പിക്കും. നിന്നെ ഇതുപോലെ സൽക്കരിക്കും, കേട്ടോടി. അമ്മേ, ആ ഫോൺ എടുത്തേ. നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ.
കിട്ടുന്നില്ല അമ്മേ. അയ്യോ എന്റെ ലിറ്റിൽ കണ്ണ.